അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ ക്യൂസ്പോട്ടിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നാം സൂറത്തു ഖുറൈശ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തു ഖുറൈശിൻ്റെ പാരായണവും ആമുഖവും നാം മനസ്സിലാക്കി. ഇന്ന് ആയത്തുകളിലേക്ക് പോകാം. സൂറത്തു ഖുറൈശ് എന്താണ് അതിൻ്റെ ഉള്ളടക്കം? ചുരുക്കി പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുറൈശികൾക്ക് നൽകിയ 4 അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ മുൻനിർത്തി അവർ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം, അള്ളാഹുവോട് നന്ദിയുള്ളവരാകണം എന്ന് ഉണർത്തുകയാണ് ഈ സൂറയിൽ. നമുക്ക് ഒന്നാമത്തെ ആയത്തിലേക്ക് പോകാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലിഇലാഫി ഖുറൈശ്. ഈ സൂറ തുടങ്ങുന്നത് ലി എന്ന അക്ഷരം കൊണ്ടാണ്, അല്ലേ? ലി നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്തായിരുന്നു ലിയുടെ അർത്ഥം? ക ന എന്നൊക്കെ പൂർണ്ണതയില്ലാത്ത അർത്ഥം വരുന്ന ഒരു പദമാണ് ലി. ഈ അക്ഷരം കൊണ്ടാണ് സൂറ തുടങ്ങുന്നത്. ഈലാഫ്, ഇണക്കം എന്നാണ് അർത്ഥം. ഖുറൈശ്, ഖുറൈശ് ഗോത്രം. ലി ഈലാഫി ഖുറൈശ്, ഖുറൈശികളെ ഇണക്കിയതിനാൽ, ഖുറൈശികളെ ഇണക്കിയതിന് എന്നുമാകാം. ആശയം പൂർണ്ണമായിട്ടില്ല, അല്ലേ? ഈ സൂറയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഓരോ ആയത്തും ഇങ്ങനെ കണക്റ്റഡ് ആണ്. ആദ്യത്തെ ആയത്തിന് രണ്ടാമത്തെ ആയത്ത് വിശദീകരിക്കും, അതിനടുത്ത ആയത്ത് വിശദീകരിക്കും. ഈ ശൈലിയിലാണ് ഈ 4 ആയത്തുകളും അവതരിച്ചിരിക്കുന്നത്. ലി ഈലാഫി ഖുറൈശിൻ, ഖുറൈശികളെ ഇണക്കിയതിന് അല്ലെങ്കിൽ ഖുറൈശികളെ ഇണക്കിയതിനാൽ എന്ന് പറഞ്ഞ് ഒന്നാമത്തെ ആയത്ത് അവസാനിക്കുന്നു. എന്താ ഉദ്ദേശം? നേരത്തെ നാം മനസ്സിലാക്കിയതുപോലെ ഖുറൈശ് എന്ന ഗോത്രം അറേബ്യയുടെ പല മേഖലയിൽ ചിതറിക്കിടക്കുകയായിരുന്നു. അവരെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടി. എവിടെ? മക്കയിൽ ആ ഗോത്രം മുഴുവനായിട്ടും ഒരുമിച്ച് കൂട്ടി. ആരുടെ കാലത്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 5ാമത്തെ പിതാവായ ഖുസൈൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ടാണ് അത് സംഭവിച്ചത്. അങ്ങനെ അവർ വളരെ ഐക്യത്തിലും യോജിപ്പിലും ജീവിക്കാൻ തുടങ്ങി. അവരുടെ കച്ചവട സംവിധാനങ്ങളൊക്കെ കൂടുതൽ വികസിച്ചു, അഭിവൃദ്ധിപ്പെടാൻ തുടങ്ങി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലി ഈലാഫി ഖുറൈശിൻ, അങ്ങനെ ഖുറൈശികളെ ഇണക്കിയതിനാൽ. അറബികൾ പൊതുവെ തമ്മിലടിക്കുന്നവരായിരുന്നല്ലോ ആ കാലഘട്ടത്തിൽ. എന്നാൽ ഈ ഗോത്രം പരസ്പര സഹകരണത്തിലും സൗഹാർദ്ദത്തിലും മുന്നോട്ട് പോയി. ഇതാണ് ഒന്നാമത്തെ ആയത്ത്. ഇതിൽ അല്ലാഹു തആല അവർക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ് പറഞ്ഞത്, അല്ലേ? പരസ്പരം ഇണക്കമുള്ളവരായിട്ട് അവർ മാറി. അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് സംഭവിക്കുന്നതാണ്. ഖുർആൻ അത് മറ്റൊരിടത്ത് പറയുന്നുണ്ട്. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നില്ലെങ്കിൽ ഒരിക്കലും ആർക്കും ആരെയും ഇണക്കാൻ കഴിയുമായിരുന്നില്ല എന്നാണ്. ലൗ അൻഫഖത മാ ഫിൽ അർളി ജമീഅൻ മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം. ഭൂമിയിലെ സകല വിഭവവും ചെലവഴിച്ചാലും താങ്കൾക്ക് അവരുടെ മനസ്സുകളെ ഇണക്കാൻ കഴിയുമായിരുന്നില്ല. അള്ളാഹുവാണ് ഇണക്കിയത് എന്ന് പറയുന്നു. ആ അനുഗ്രഹമാണ് ഒന്നാമത് പറഞ്ഞിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ആയത്തിലേക്ക് പോകാം. ഈലാഫിഹിം റിഹ്ലതശ് ശിതാഇ വസ്സൈഫ്. ഈലാഫ് ആവർത്തിക്കുകയാണ്. ഈലാഫ്, ഇണക്കം. അവിടെ ആ യാ എഴുതിയത് ശ്രദ്ധിച്ചോ? സാധാരണ നമുക്ക് പരിചയമുള്ള യാ അല്ല അത്, അല്ലേ? ഇങ്ങനെ ഒരു ചിഹ്നം മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അത് എഴുത്തിൻ്റെ സവിശേഷതയായിട്ട് മനസ്സിലാക്കിയാൽ മതി. ഈലാഫിഹിം, അവരുടെ ഇണക്കം. റിഹ്ല, റിഹ്ല യാത്ര എന്നാണ് അർത്ഥം. സാധാരണ യാത്രയ്ക്ക് പറയുന്ന വേറൊരു വാക്കില്ലേ? എന്താണ്? സഫർ എന്നാണ് യാത്രയ്ക്ക് പറയാം. സഫറും റിഹ്ലയും തമ്മിൽ വ്യത്യാസമുണ്ടോ? റിഹ്ല കച്ചവട യാത്ര, ബിസിനസ് ടൂർ. അതല്ലെങ്കിൽ സാധാരണഗതിയിലുള്ള വിനോദയാത്രകൾ, അങ്ങനെയുള്ളതിനാണ് റിഹ്ല എന്ന വാക്ക് ഉപയോഗിക്കുക.
സഫർ സാധാരണഗതിയിലുള്ള യാത്രകൾ, ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പോവുക എന്ന അർത്ഥത്തിലാണ് സഫർ ഉപയോഗിക്കുക. എന്നാൽ റിഹ്ല വിനോദയാത്ര അല്ലെങ്കിൽ കച്ചവട യാത്ര എന്ന് പ്രത്യേകം ഉദ്ദേശിക്കുന്നുണ്ട്. റിഹ്ലത്ത് ഷിതാഇ വസ്വൈഫ്. എന്താണ് ഷിതാ? മലയാളവും ഏതാണ്ട് അതേ വാക്കാണ്. ശൈത്യം എന്ന് പറയില്ലേ? ശൈത്യം എന്ന് പറഞ്ഞാൽ തണുപ്പാണ്. സ്വൈഫ് ഉഷ്ണം. ഈ രണ്ട് വാക്കിൻ്റെയും തുടക്കത്തിൽ അലിഫ്ലാമുണ്ട് അല്ലേ? അഷിത അസ്വൈഫ് എന്ന് വരുമ്പോൾ ശൈത്യകാലം, ഉഷ്ണകാലം എന്ന് നമുക്കതിനെ വിശദീകരിക്കാൻ കഴിയും. ഇലാഫിഹിം, അവരുടെ ഇണക്കം, അവരെ ഇണക്കിയതിനാൽ. റിഹ്ലത്ത് ഷിതാഇ വസ്വൈഫ്, ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും യാത്രയുമായിട്ട് അവരെ ഇണക്കിയതിനാൽ എന്നാണ് രണ്ടാമത്തെ ആയത്തിൻ്റെ അർത്ഥം. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഖുറൈശികൾ കച്ചവട സമൂഹമായിരുന്നു. മക്കയിൽ പൊതുവെ കച്ചവടമാണ് നടന്നിരുന്നത് അല്ലേ? അവിടെ കൃഷി വളരെ കുറവാണ്. പിന്നെ ത്വായിഫ് പോലെ കുറച്ചുകൂടി അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് കാർഷിക മേഖല നമുക്ക് കാണാൻ സാധിക്കും. മക്ക നേരത്തെ തന്നെ ഒരു കച്ചവട കേന്ദ്രമായിരുന്നു. പ്രത്യേകിച്ചും അവിടെ കഅബയുണ്ട്, അതുപോലെ സംസം എന്ന അത്ഭുത ജലത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ടൊക്കെ കച്ചവട സംഘങ്ങൾ അതുവഴിയാണ് കടന്നു പോയിരുന്നത് എന്നതാണ്. അതിനാൽ അവരും ഒരു കച്ചവട സമൂഹമായിട്ട് മാറി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഘട്ടത്തിൽ അല്ലാഹു തആല എങ്ങനെയാണ് അവരുടെ കച്ചവട യാത്രയെ, കാലാവസ്ഥയും യാത്രയും തമ്മിൽ ഇണക്കിയത്? അത് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റാണ്. മക്കയിൽ തണുപ്പ് കാലമാണെങ്കിൽ അവർ ഉഷ്ണ കാലാവസ്ഥയുള്ള മേഖലയിലേക്കാണ് അപ്പോൾ യാത്ര ചെയ്തിരുന്നത്. മക്കയിൽ തണുപ്പാകുമ്പോൾ യമനിൽ ചൂട് കാലമായിരിക്കും. അപ്പോൾ മക്കയിൽ നിന്ന് അവർ യമനിലേക്ക് യാത്ര ചെയ്യും തോറും നല്ല ഒരു ശീതോഷ്ണമായ നല്ല ക്ലൈമറ്റായിരിക്കും. അവിടെ എത്തിച്ചേരുമ്പോൾ ചൂട് കാലമായിരിക്കും. മാത്രമല്ല, അവിടെ എത്തിയാൽ അവിടെ ആ സമയത്ത് കച്ചവട സീസണായിരിക്കും എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഇതേപോലെ മക്കയിൽ ചൂട് കാലമാകുമ്പോൾ അവരെങ്ങോട്ടാണ് യാത്ര ചെയ്യാമെന്നറിയാം? സിറിയയിലേക്ക് അല്ലെങ്കിൽ ഫലസ്തീനിലേക്ക് ഒക്കെ ആയിരിക്കും അവരുടെ യാത്ര. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ മക്കയിലെ ചൂടിൽ നിന്ന് അവരങ്ങോട്ട് ചെല്ലും തോറും നല്ല തണുപ്പുള്ള ശീതളമായ അന്തരീക്ഷത്തിലായിരിക്കും. അങ്ങനെ അവിടെ അവരെത്തിച്ചേരുമ്പോൾ സിറിയ ആയാലും ഫലസ്തീൻ ആയാലും അവിടെ കച്ചവട സീസണായിരിക്കും. ഇങ്ങനെ അല്ലാഹു തആല അവരുടെ യാത്രയെപ്പോലും അവർക്ക് ഇണക്കിക്കൊടുത്തു എന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. ഇതാണ് രണ്ടാമത്തെ അനുഗ്രഹം. ഒന്നാമത്തേത് അവരെ പരസ്പരം ഇണക്കിയതാണ്. രണ്ടാമത്തേത് അവരുടെ കച്ചവട യാത്രകളിൽ കാലാവസ്ഥയെപ്പോലും അള്ളാഹു അവർക്ക് അനുകൂലമാക്കി കൊടുത്തു എന്നതാണ്. ഇനി അടുത്ത ആയത്തിൽ, മൂന്നാമത്തെ ആയത്തിൽ എന്താ പറയുക? അള്ളാഹുവിന് അവരോട് പറയാനുള്ള കാര്യം അവതരിപ്പിക്കുകയാണ്. അതിനാൽ, നേരത്തെ വന്നിട്ടില്ലേ? സബ്ബിഹ് ബിഹംദി റബ്ബിക്, സ്വല്ലി ലിറബ്ബിക് എന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. അതേപോലെ ഇവിടെ വീണ്ടും വരുന്നു. അതിനാൽ, ലിയഅ്ബുദു, അബദ യഅ്ബുദു, ഇബാദത്ത് ചെയ്തു. സൂറത്തുൽ ഫാത്തിഹയിലും സൂറത്തുൽ കാഫിറൂനിലും ഒക്കെ ധാരാളമായിട്ടത് വന്നു കഴിഞ്ഞു അല്ലേ? ഇബാദത്ത് ചെയ്യുക, അള്ളാഹുവിന് വഴിപ്പെടുക, ജീവിതം അവന് സമർപ്പിക്കുക എന്നാണല്ലോ അതിൻ്റെ പൂർണ്ണമായ ആശയം. അതിൽ ആരാധനയുണ്ട്, അതുപോലെ അടിമത്തമുണ്ട്, അള്ളാഹുവിനുള്ള അനുസരണമുണ്ട്. സമ്പൂർണ്ണമായും അവന് വഴിപ്പെടുക. ഫൽ യഅ്ബുദു, അതിനാൽ അവർ ഇബാദത്ത് ചെയ്യട്ടെ. അള്ളാഹു കൽപ്പനാസ്വരത്തിലാണ് പറയുന്നത്. പക്ഷേ ഈ വാചക ശൈലിക്കൊരു പ്രത്യേകതയുണ്ട്. മുമ്പിൽ ഇല്ലാത്ത ആളോട് കൽപ്പിക്കുന്ന ശൈലിയാണ്. ഫൽ യഅ്ബുദു, അതിനാൽ അവർ ഇബാദത്ത് ചെയ്യട്ടെ, അവർ ജീവിതം സമർപ്പിക്കട്ടെ. ആർക്ക്? റബ്ബ്, നാഥന്. ഹാദൽ ബൈത്ത്, ഹാദ ഇത് എന്നാണ് അർത്ഥം. ഇങ്ങനെ ചൂണ്ടി പറയില്ലേ ഇത്, അപ്പോൾ ഇസ്മു ഇഷാറ എന്ന് പറയും, ചൂണ്ടി പറയുന്നൊരു വാക്കാണ്. ഹാദൽ ബൈത്ത്, ഈ വീടിൻ്റെ നാഥന് അവർ ഇബാദത്ത് ചെയ്യട്ടെ. ബൈത്ത് വീടാണ് അല്ലേ? ഭാഷാപരമായിട്ട് പറയുമ്പോൾ രാപ്പാർക്കുന്ന സ്ഥലം എന്നൊരാശയമുണ്ട്. ഇന്നത്തെ വീടിനെ കുറിച്ച് പറയാറില്ലേ?
രാത്രിയിൽ ആൾക്കാർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് ബസ് സ്റ്റോപ്പിലും കവലയിലൊക്കെ ഇരുന്ന് നേരം പുലരുവോളം വർത്താനം പറയുന്നു. അങ്ങനെ പല അബദ്ധങ്ങളിലും തെറ്റുകളിലൊക്കെ ചെന്നുപെടുന്നു അല്ലേ. ശരിക്കും രാത്രിയാകുമ്പോൾ നമ്മൾ കയറി ചെല്ലേണ്ട, വിശ്രമിക്കേണ്ട ഇടമാണ് വീട്. ഇവിടെ അൽ ബൈത്ത് എന്ന് പറയുമ്പോൾ ഏത് വീടാണ്? അൽ ബൈത്ത് കഅബയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഖുർആനിൽ തന്നെ കഅബയെക്കുറിച്ച്, മസ്ജിദുൽ ഹറം എന്ന അതിലെ പള്ളിയെക്കുറിച്ചൊക്കെ പല ശൈലിയിൽ പറയുന്നത് കാണാൻ പറ്റും. ബൈത്തുള്ള, അൽ ബൈത്ത് എന്ന് പറയുമ്പോൾ ബൈത്തുള്ള, അള്ളാഹുവിൻ്റെ ഭവനം എന്നാണ്. അതുപോലെ ഖുർആനിൽ തന്നെ ബൈത്തുൽ അഖീഖ്, പുണ്യ പുരാതന ഗേഹം എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. ഔവല ബൈത്ത്, ഭൂമിയിലെ ആദ്യത്തെ ദൈവിക ഭവനം എന്ന നിലയ്ക്ക് കഅബയെക്കുറിച്ച് പറഞ്ഞത് കാണാം. കഅബ സന്ദർശനത്തെക്കുറിച്ച് ഹിജ്ജുൽ ബൈത്ത്, കഅബയിൽ അവിടെ ആ ഭവനത്തിൽ സന്ദർശിക്കുക, അവിടെ തീർത്ഥാടനം ചെയ്യുക എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അൽ ബൈത്തുൽ ഹറാം, ഇങ്ങനെ പല വാക്കുകളിൽ കഅബയെക്കുറിച്ച് പരാമർശിക്കുന്നത് കാണും. അപ്പോൾ ഇവിടെ ഉദ്ദേശം എന്താണ്? അൽ ബൈത്ത് കഅബയാണ്. ഹാദൽ ബൈത്ത് എന്ന് പറയുമ്പോൾ കഅബയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറയുന്നത്. ഫൽയഅ്ബുദൂ, അതിനാൽ അവർ ഇബാദത്ത് ചെയ്യട്ടെ. റബ്ബ ഹാദൽ ബൈത്ത്, ഈ ഭവനത്തിൻ്റെ നാഥന് ഇബാദത്ത് ചെയ്യട്ടെ. ഇനി 4-ാമത്തെ ആയത്തിൽ അള്ളാഹു അവർക്ക് നൽകിയ 2 അനുഗ്രഹങ്ങൾ വീണ്ടും എടുത്തു പറയാണ്. അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. അല്ലദീ, ആരോ അവൻ. നേരത്തെ പറഞ്ഞ റബ്ബുണ്ടല്ലോ, ആ റബ്ബ് ആരാണ്? അത്അമ, ഭക്ഷിപ്പിച്ചു എന്നാണ്. നേരത്തെ അതുമായി ബന്ധപ്പെട്ട് ഒരു വാക്ക് നമ്മൾ പഠിച്ചില്ലേ, ത്വആം, ഭക്ഷണം. എവിടെ പഠിച്ചത്? വലാ യഹുല്ലു അല ത്വആമിൽ മിസ്കീൻ, സൂറത്തുൽ മാഊനിലാണ് പഠിച്ചത് അല്ലേ. അല്ലദീ അത്അമ, ഭക്ഷിപ്പിച്ചവനായ, ഹും അവരെ, അല്ലദീ അത്അമഹും മിൻ ജൂ', വിശപ്പിന് ഭക്ഷണം നൽകിയ നാഥനാണ് അള്ളാഹു എന്നാണ്. ജൂ', വിശപ്പാണ്. ആമന, ആമന വിശ്വസിച്ചു എന്നൊരർത്ഥമുണ്ട് അല്ലേ. ഇവിടെ എന്താ അർത്ഥം? നിർഭയത്വം നൽകി എന്നാണ്, ഭയമില്ലാത്ത അവസ്ഥ നൽകി എന്നാണ്. അമിന എന്ന് പറഞ്ഞാൽ ഒരാൾ സ്വയം നിർഭയനായി എന്നാണ് അർത്ഥം. ആമന വിശ്വസിച്ചു എന്നർത്ഥമുണ്ട്, നിർഭയത്വം നൽകി എന്നും അർത്ഥമുണ്ട്. രണ്ടും ശരിക്കും കണക്റ്റഡ് ആണ് അല്ലേ. അയാളെ എനിക്ക് വിശ്വാസമാണെന്ന് പറഞ്ഞാൽ അയാൾ എന്ത് പറഞ്ഞാലും ഞാൻ അത് അംഗീകരിക്കും. എനിക്ക് അയാളെക്കുറിച്ചൊരു പേടിയില്ല, അയാൾ കള്ളം പറയില്ല, അയാൾ എന്നെ വഞ്ചിക്കില്ല, ഉപദ്രവിക്കില്ല. അതുകൊണ്ട് അയാളൊരു വാക്ക് പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കുന്നു. അപ്പോൾ അയാളെ എനിക്ക് വിശ്വാസമാണ് എന്ന് പറഞ്ഞാൽ അയാളെക്കുറിച്ച് ഞാൻ നിർഭയനാണ്, എനിക്ക് അയാൾ പേടിയൊന്നുമില്ല എന്നല്ലേ. ആ നിലക്കാണ് ഇവിടെ ആമന, നിർഭയത്വം നൽകി എന്ന് പറയുന്നത്. വ ആമനഹും, അവർക്ക് നിർഭയത്വം നൽകുകയും ചെയ്തവനായ, മിൻ ഖൗഫ്, ഭയത്തിന് നിർഭയത്വം നൽകുകയും ചെയ്തവനായ അള്ളാഹുവിന് അവർ ഇബാദത്ത് ചെയ്യട്ടെ. അപ്പോൾ 3-ാമത്തെ അനുഗ്രഹം എന്താണ്? അല്ലദീ അത്അമഹും മിൻ ജൂ', അവർക്ക് വിശപ്പിന് പകരം ഭക്ഷണം നൽകിയ അള്ളാഹു. 4-ാമത്തെ അനുഗ്രഹം ഭയത്തിൽ നിന്ന് നിർഭയത്വം നൽകിയ അള്ളാഹു അല്ലേ. ആ അള്ളാഹുവിന് അവർ ഇബാദത്ത് ചെയ്യട്ടെ എന്നാണ്. അപ്പോൾ 3-ാമത്തെ പോയിൻ്റ് അവർക്ക് സുഭിക്ഷത ലഭിച്ചു എന്നാണ്. അവർ പലയിടങ്ങളിലായി ചിതറിക്കിടന്നപ്പോൾ പട്ടിണിയും പ്രയാസമൊക്കെ ആയിരുന്നു. മക്കയിൽ വന്നു ഐക്യപ്പെട്ട് ഒന്നിച്ച് ബിസിനസ് ചെയ്ത് മുന്നേറാൻ തുടങ്ങിയപ്പോൾ അവർക്ക് സുഭിക്ഷതയുണ്ടായി. 4-ാമത്തേത് അവർ നിർഭയരായി എന്നുള്ളതാണ്. അറേബ്യയിലെ അന്നത്തെ ഒരു സാഹചര്യം, ഒരു രാത്രി പോലും സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ്. പക്ഷെ അവർ മക്കയിൽ ഒരുമിച്ച് കൂടുകയും പിന്നീട് കഅബാലയത്തിൻ്റെ പരിപാലകരായിട്ട് മാറുകയും ചെയ്തു. കഅബയുടെ ശുദ്ധീകരണവും അതിൻ്റെ പരിപാലനവും നേതൃത്വവും അതുപോലെ ഹജ്ജിൻ്റെ നേതൃത്വവും ഒക്കെ അവരുടെ കയ്യിൽ വന്നു. അതിനെ തുടർന്ന് ആ മേഖലയിൽ അറബ് സമൂഹങ്ങൾക്കിടയിൽ അവർ ആദരിക്കപ്പെട്ടു. അവരുടെ കച്ചവട സംഘം പോകുമ്പോൾ അതിനെ ആരും ആക്രമിച്ചിരുന്നില്ല. അന ഹറമിയുൻ, ഞാൻ ഹറംകാരനാണ് എന്ന് പറഞ്ഞാൽ അവരുടെ കച്ചവടം, യാത്രാ സംഘങ്ങൾ വളരെ സുരക്ഷിതമായിട്ട് എവിടെയും അവർക്ക് മുന്നേറാൻ സാധിച്ചിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് കച്ചവടം അഭിവൃദ്ധിപ്പെട്ടു, അവർ നിർഭയരായിട്ട് മാറി.
മക്കയെക്കുറിച്ച് ഖുർആൻ തന്നെ പറയുന്നില്ലേ, വമൻ ദഖലഹു കാന ആമിന എന്നാണ്. അവിടെ പ്രവേശിച്ചവൻ നിർഭയനാണ്. എന്താ കാരണം? ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന ആ മക്കയുടെ നഗരപിതാവ് വളരെ കൃത്യമായിട്ടത് പ്ലാൻ ചെയ്തിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഒരു രാജ്യം എപ്പോഴാണ് വളരെ സന്തോഷകരമായ അവസ്ഥയിൽ എത്തുന്നതെന്ന് ചോദിച്ചാൽ ആ നാട്ടിൽ സുഭിക്ഷത ഉണ്ടാവണം, അതേപോലെ തന്നെ സുരക്ഷിതത്വം ഉണ്ടാവണം, അല്ലേ? പട്ടിണി കിടക്കുന്ന മനുഷ്യരില്ലാത്ത, ആർക്കും സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാൻ കഴിയുന്ന അന്തരീക്ഷം ഉണ്ടാവുക എന്നതാണ്. നമ്മുടെ രാജ്യത്ത് ഇലക്ഷനൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കാറില്ലേ, പല വിധത്തിലുള്ള തർക്കങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലേ? അസ്വസ്ഥതകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. യഥാർത്ഥത്തിൽ ഞങ്ങൾ ഈ നാട്ടിൽ സുഭിക്ഷത നൽകും, സുരക്ഷിതത്വം നൽകും എന്നാണ് ഭരണകൂടങ്ങളൊക്കെ വാഗ്ദാനം ചെയ്യേണ്ടിയിരുന്നത്, അല്ലേ? എങ്കിലാണ് ഒരു ക്ഷേമരാഷ്ട്രം രൂപപ്പെടുക. ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിൽ ഇങ്ങനെ ഒരു ആശയമുണ്ട്. മാത്രമല്ല, ഈ ഭവനം കഅബയാണ് ഖുറൈശികൾക്ക് സുരക്ഷിതത്വവും സുഭിക്ഷതയും നൽകിയതെങ്കിൽ, ഇതേപോലെ ലോകത്തുടനീളം പള്ളികളില്ലേ, നമ്മുടെ വീടിനടുത്തൊക്കെ പള്ളികളുണ്ട്, അല്ലേ? ആ പള്ളികൾ കേന്ദ്രീകരിച്ച് ജനങ്ങൾക്ക് ഐശ്വര്യപൂർണമായ ജീവിതം നയിക്കാനുള്ള ഭൗതിക സാഹചര്യം ഒരുക്കി കൊടുക്കണം. അതേപോലെ തന്നെ ആ നാട് സുരക്ഷിതമാവണം, പരസ്പരം സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും കഴിയുന്ന അന്തരീക്ഷം ഉണ്ടാകണം എന്ന ആശയവും ഈ സൂറ പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും അല്ലാഹു തആല ഈ 4 അനുഗ്രഹങ്ങൾ മുൻനിർത്തി ഖുറൈശികളോട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ആഹ്വാനം ചെയ്യുകയാണ്. നമ്മളും മനസ്സിലാക്കേണ്ടതുണ്ട്, അള്ളാഹുവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്നവരാണ് നാം. നമ്മളും അള്ളാഹുവോട് ഇതേപോലെ നന്ദിയുള്ളവരായിട്ട് ജീവിക്കുമ്പോൾ നല്ല സമൂഹവും നല്ല പൗരന്മാരും നല്ല രാഷ്ട്രവും രൂപപ്പെടും. അതിലുപരി അള്ളാഹുവിൻ്റെ സ്വർഗം നേടിയെടുക്കാൻ നാം അർഹരായിത്തീരും. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.